തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇപ്പോൾ എത്തുന്നത്. ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരിക്കുന്നു. NDPS പ്രകാരം, ആക്ട് പ്രകാരം 27, 29 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റമാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് മേൽ നിലനിൽക്കുക. ഷൈൻ ടോം ചാക്കോയെ അല്പസമയത്തിനകം പുറത്തേക്ക് രാസപരിശോധനയ്ക്കായി കൊണ്ടുവരും. ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ലഹരി കേസിൽ വീണ്ടും ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. കഞ്ചാവ് കടത്തും ഒക്കെയായി ബന്ധപ്പെട്ട നിരവധി ലിങ്കുകൾ അടുത്തിടെയും ഇവർക്കൊക്കെ എതിരെ വന്നിരുന്നു. ഇതിൻ്റെ ഒരു തുടർച്ചയായി വേണം ഇതിനെയൊക്കെ കാണാൻ. മാത്രമല്ല, കൂടെയുള്ള സഹപ്രവർത്തകർ പോലും പലവട്ടം മയക്കുമരുന്ന് സംശയിക്കുന്ന ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയതായി പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഇതിന് ശേഷമാണ് ചോദ്യം ചെയ്ത് തെളിവുകൾ നിരത്തിയിരിക്കുന്നു. തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് നോട്ടീസ് നൽകിയത്. ഫോൺ രേഖകൾ നിർണായക തെളിവായി. ഡ്രഗ് ഡീലർ സജീറുമായുള്ള ബന്ധമാണ് ഏറ്റവും നിർണായകമായ തെളിവാകുന്നത്. അതായത് ഷൈൻ ടോം ചാക്കോയെ എല്ലാ അർത്ഥത്തിലും നിയമപരമായ പഴുതുകൾ അടച്ചാണ് പോലീസ് പൂട്ടുന്നത് ഉമേഷ്. കാരണം ഈ ഡ്രഗ് ഡീലറായ സജീറുമായുള്ള ബന്ധം, അതിനുള്ള തെളിവുകൾ, അതായത് ഈ ഓടുന്നതിന് മുമ്പ് പരിശോധന നടന്ന ഹോട്ടൽ മുറിയിൽ ഷൈൻ ടോം ചാക്കോ ആരൊക്കെയായി ബന്ധപ്പെട്ടു, ആരുമായാണ് സംസാരിച്ചത്, അതിനുശേഷം ഓടിയതിന് ശേഷമുള്ള ഫോൺ കോളുകൾ, മറ്റ് ഡീറ്റെയിൽസുകൾ, UPI പണം കൈമാറിയതടക്കമുള്ള കാര്യങ്ങൾ, ഈ തെളിവുകളൊക്കെ ശേഖരിച്ച് കൃത്യമായി ഈ കുറ്റം നിലനിൽക്കുമെന്ന് പോലീസിന് ബോധ്യമാകുന്ന ഘട്ടത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത്. അതിനുശേഷമാണ് ചോദിക്കുന്നത്, ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത്. അവിടെയാണ് മൊഴികൾ മുഴുവൻ വൈരുദ്ധ്യമായി എത്തുന്നത്. പോലീസ് പഴുതടച്ച് കൃത്യമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഷൈൻ അറസ്റ്റിലാകുന്നത്. അതെ അജിംഷാദ്, വളരെ പഴുതടച്ച നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് തന്നെയാണ്. അന്ന് ഇങ്ങനെ ഇറങ്ങി ഓടിയത് മുതൽ ഷൈൻ ടോം ചാക്കോയെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. എന്തിന് അങ്ങനെ തിടുക്കപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി എന്നുള്ളത് തന്നെയായിരുന്നു പോലീസിന് മുമ്പാകെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ലഹരി ഇടപാട് നടക്കുന്നു എന്ന വളരെ നിർണായകമായൊരു വിവരം കിട്ടി. അത് പരിശോധിക്കാൻ വന്ന ഡാൻസ് ഓഫ് സംഘം ഒരു ഘട്ടത്തിലും ഷൈൻ ടോം ചാക്കോ അവിടെ ഉണ്ട് എന്നറിഞ്ഞല്ല ഈ ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തുന്നത്. ഈ ലഹരി ഇടപാടുകാരനെ പിടികൂടുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തുന്നത്. അവിടെ എത്തിയ ഉടൻ അവിടുത്തെ രജിസ്റ്ററൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഷൈൻ ടോം ചാക്കോ അവിടെ ഉണ്ട് എന്ന കാര്യം പോലീസിന് വ്യക്തമാവുന്നത്. ഷൈനെതിരെ നേരത്തെയും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് പശ്ചാത്തലം, അത്തരത്തിൽ കേസുകളുടെ പശ്ചാത്തലം ഉള്ളയാളാണ് ഷൈൻ ടോം ചാക്കോ. അതുകൊണ്ട് ആ സംശയം തീർക്കാനായി ഡാൻസ് ഓഫ് സംഘം ഷൈൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. പക്ഷേ അവരെത്തും മുമ്പേ ഷൈൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. വാതിൽ തുറക്കുമ്പോൾ ഷൈൻ അവിടെ ഇല്ല, ഷൈൻ്റെ കൂടെയുള്ളവരാണുള്ളത്. ആ മുറി വിശദമായി പരിശോധിച്ചു. അവിടെ നിന്ന് ചില മദ്യക്കുപ്പികൾ കണ്ടെടുക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഷൈൻ എങ്ങനെ അവിടെ നിന്ന് ഓടി? ജനാല വഴി വളരെ തിടുക്കപ്പെട്ട് സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ വീണാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. ഇത്രയും തിടുക്കപ്പെട്ട് ഓടിയതിന് പിന്നിൽ ഒരു ചെറിയ കാരണമല്ല എന്നുള്ളത് അന്നേ ഈ സംഘത്തിന്, ഡാൻസ് ഓഫ് സംഘത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഷൈൻ്റെ നീക്കങ്ങൾ വളരെ കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഈ പോലീസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒപ്പമുണ്ടായിരുന്നവരെയൊക്കെ അന്ന് ചോദ്യം ചെയ്തു. ഷൈൻ ഏതൊക്കെ തരത്തിൽ ലഹരി ഇടപാട് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അവരിൽ നിന്നെല്ലാം ചോദിച്ചറിഞ്ഞു. ഈ ലഹരി ഇടപാടുകാരനുമായുള്ള ബന്ധം അത് പോലീസിന് അങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്. അന്നേ ദിവസം ആ ലഹരി ഇടപാടുകാരനും ഷൈൻ ടോം ചാക്കോയും ഒരേ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും അവർ തമ്മിൽ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പോലീസിന് ബോധ്യപ്പെടുകയാണ്. അത് സാധൂകരിക്കുന്ന മൊഴികളും സാക്ഷിമൊഴികളും പോലീസിന് ലഭിച്ചു. ഒപ്പം ഷൈൻ ടോമിൻ്റെ ഈ ഓട്ടം ഇതും ഒരു തെളിവായി തന്നെ പോലീസ് കണക്കിലെടുത്തു.